പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പ്രായം ചെന്നവർക്കായി ഒരു പ്രത്യേക ധ്യാന ശുശ്രൂഷയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ കുട്ടികളെ ധ്യാനങ്ങൾ നടത്തി, യുവജനങ്ങളെ ധ്യാനം നടത്തി, പല മേഖലയിൽ കടന്നു ചെന്നപ്പോഴും അവിടെയെല്ലാം അവഗണിക്കപ്പെടുന്നതായിട്ട് തോന്നിയത് പ്രായം ചെന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരാണ്. ഒരു കൺവെൻഷന് കൗൺസിലിംഗ് അനൗൺസ് ചെയ്താൽ അവിടെ പ്രധാനപ്പെട്ട് പറയും 50 വയസ്സുള്ളവർ മാത്രം കൗൺസിലിങ്ങിന് പോയാൽ മതി, പ്രായമുള്ളവരെ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കാറില്ല കൗൺസിലിങ്ങിനൊക്കെ. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നി ഇപ്രകാരം അവരെ സ്നേഹിക്കുവാനും അവരോട് ബൈബിൾ എന്ത് പറയുന്നു തുടങ്ങുവാനും ഒരു ധ്യാനം തുടങ്ങാൻ. അങ്ങനെയാണ് സക്രിയാസ് കൺവെൻഷൻ എന്ന പേരിൽ വിവിധങ്ങളായ ഫറോനയിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പ്രായം ചെന്നവർക്കായി പ്രോഗ്രാം നടത്തിയത്. പ്രിയപ്പെട്ടവരെ, പ്രായം ചെന്നവർ സമൂഹത്തിൽ മാറ്റപ്പെടേണ്ടവരല്ല, സമൂഹത്തിൻ്റെ മുഖ്യധാരയോട് ചേർന്ന് സഭയെയും ദേശത്തെയും പണിതുയർത്തേണ്ടവരാണ്. ബൈബിളിൽ സീനിയർ സിറ്റിസണിലുള്ള വ്യക്തികളോട് ഈശോ പറഞ്ഞൊരു മനോഹരമായൊരു വാക്കുണ്ട്. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അപ്പസ്തോല പ്രവർത്തനം 2 ഈശോ പറയുകയാണ്, അവസാന നാളിൽ എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നമ്മൾ പലപ്പോഴും അവസാന നാളെന്ന് കേൾക്കുമ്പോൾ ലോകാവസാനമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ പ്രായം ചെന്നവരായ നമ്മളെ സംബന്ധിച്ചോളം നമുക്കെപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ മനസ്സിൽ പറയാറുമുണ്ട്, ചിലപ്പോൾ പരസ്യമായും പറയാറുണ്ട്, എൻ്റെ കാലം തീരാറായി, എൻ്റെ കാലം തീരാറായി. ഈശോ പറയാണ്, അവസാന നാളിൽ എല്ലാവർക്കും ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞു വരുന്ന വാക്യങ്ങളാണ്, നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ വൃദ്ധന്മാർ സീനിയർ സിറ്റിസൺ സ്വപ്നങ്ങൾ കാണുമെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്വപ്നം കാണാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ഷാലോം ടിവിയിലൂടെ വിളിക്കുകയാണ്. സ്വപ്നങ്ങളുള്ളവർക്കാണ് വാർദ്ധക്യത്തിൽ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ സാധിക്കുന്നത്. എപ്രകാരമാണ് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുക? സ്വപ്നങ്ങൾ നമുക്ക് തരുന്ന ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും പ്രായമേറുമ്പോൾ ശരീരം ക്ഷീണിക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സും തളരും. അപ്പോൾ നമുക്ക് നിരാശ വരുന്നു, വിഷമങ്ങൾ വരുന്നു, നമ്മൾ സ്നേഹം തേടി പല മേഖലയിൽ നോക്കുന്നു. അവിടെ ഈശോ റോമ 5:5 കൃത്യമായിട്ട് നമുക്കൊരു വചനം പറയുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ പ്രിയപ്പെട്ട അപ്പച്ചാമ്മച്ചി നമുക്ക് പ്രത്യാശ നിറയുകയാണ്. പ്രത്യാശ നിറയുന്ന ഒരപ്പച്ചനും അമ്മച്ചിക്കുമാണ് വാർദ്ധക്യത്തിൽ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് പ്രത്യാശ നിറഞ്ഞൊരു ജീവിതം വാർദ്ധക്യത്തിൽ നടത്തണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 92-ാം സങ്കീർത്തനം അതിലെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരെ എന്ന് വെച്ചാൽ നമ്മളെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നേക്കും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, എന്നേക്കും നിലനിൽക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ വാർദ്ധക്യത്തിൽ ക്ഷീണിച്ചു പോകുമെന്നല്ല ദൈവം പറയുന്നത്. വാർദ്ധക്യത്തിലും നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിന് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രത്യാശ നിറഞ്ഞ ഒരു മനസ്സ്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഈ പ്രത്യാശ നിറഞ്ഞ മനസ്സ് നമുക്ക് ലഭ്യമാകാൻ നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായിരിക്കണം. എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ, ദൈവം ഈ സമയം വരെ തന്ന ആയുസ്സും ആരോഗ്യത്തിനും നന്ദി പറയണം. നമ്മുടെ കൂടെ ആയിരുന്ന എത്രയോ പേര് മരണത്തോട് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മൾ പലരും ഇന്നും ജീവിച്ചിരിക്കുന്ന തന്നെ ദൈവത്തിന് നന്ദിയുള്ളവരാകാൻ, നന്ദി പറയാൻ മാത്രം വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊരു പക്ഷേ നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ടായിരിക്കാം,
വിഷമങ്ങളുണ്ടായിരിക്കാം. എങ്കിലും നാം ഇപ്പോൾ ഈ ടി വിയുടെ മുമ്പിൽ ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ മുമ്പിലിരിക്കുമ്പോൾ അതുതന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. അതാണ് റോമ 1:21 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ അറിയുന്നവരുടെ കടമയാണ് ദൈവത്തോടെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പറയുക. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, ഈ സമയം വരെയും ദൈവം തന്ന എല്ലാ നന്മകൾക്കും നിങ്ങൾ നന്ദി പറയണം. അതുമാത്രമല്ല, വചനത്തിൽ വീണ്ടും പറയുന്നു, 127 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഇതാണ്: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബലം ഒരു സമ്മാനവും. ദൈവം അനേകരെ കുടുംബജീവിതത്തെ ചേർത്ത് പിടിച്ചു. ദൈവം നമുക്ക് ജീവിത പങ്കാളി തന്നു. ജീവിത പങ്കാളി നന്ദി പറയണം. ജീവിത പങ്കാളിയിലൂടെ ദൈവം തന്നിരിക്കുന്ന മക്കളുണ്ട്. ആ മക്കൾ വന്നപ്പോൾ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മൾ അപ്പൻ അമ്മ എന്ന പേരിൽ അറിയപ്പെടാനിട വന്നു. നമ്മുടെ മക്കൾ വിവാഹം കഴിച്ചപ്പോൾ ദൈവം നമുക്ക് മറ്റൊരു സ്ഥാനം കൂടെ തന്നു, അമ്മായിപ്പൻ അമ്മായിമ്മ. അങ്ങനെ ദൈവം നമുക്ക് ഓരോ ദിവസവും ഓരോ അനുഗ്രഹങ്ങൾ തരികയാണ്. ഇനി മക്കൾക്ക് വീണ്ടും മക്കളുണ്ടായപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പേര് മാറ്റി വല്യപ്പച്ചനും വല്യമ്മച്ചിയായി മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹം. കാരണം 128 സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. ഈ അനുഗ്രഹത്തിനും നമ്മൾ പാത്രമായിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളും നിങ്ങളുടെ മക്കളെ ഓർത്ത്, മരുമക്കളെ ഓർത്ത്, കൊച്ചുമക്കളെ ഓർത്ത് ഒത്തിരി ദൈവത്തിന് നന്ദി പറയണം. കാരണം അവരിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം നമുക്ക് പങ്കാളിത്തം തന്നതുകൊണ്ടാണ് നമുക്ക് മക്കളെ ജന്മം കൊടുക്കാൻ സാധിച്ചത്. അതുവഴി മരുമക്കളെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടു. അതുവഴി കൊച്ചുമക്കളെയും ദൈവം സമൃദ്ധമായിട്ടും തന്നു. ഇതിനെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് ആഗ്രഹിക്കാം. നന്ദി പറഞ്ഞ് തുടങ്ങാം പ്രിയപ്പെട്ടവരെ. വീണ്ടും എഫെസസ് ലേഖനം 2:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം അനാദികാലം മുതൽ ഒരുക്കിയ സൽപ്രവൃത്തി, നമ്മളൂടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവം നമുക്കിപ്പോൾ 60 വയസ്സ് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അനേക സൽപ്രവൃത്തികൾ നമ്മളിലൂടെ ദേശത്തിന് ചെയ്തു, വ്യക്തികൾക്ക് ചെയ്തു. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതുവരെയും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. അങ്ങനെ ചിന്തിക്കരുത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ. നമ്മൾ ചെയ്തതിന് വലിയ കാര്യമാണ്. ഈ സമയം വരെയും ജീവിച്ചിരിക്കാനും സഭയോട് ചേർന്ന് നിൽക്കാനും കൂദാശകളിൽ പങ്കാളിയായിത്തീരാനും ദേവാലയ നിർമ്മാണത്തിൽ സഹായിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയായ നിങ്ങൾ വർദ്ധിച്ച് പെരുകുവിൻ പറഞ്ഞ ആ പിതാവാ ദൈവത്തിൻ്റെ വചനപ്രകാരം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം നന്ദി പറയുക. ചിലപ്പോൾ നമുക്ക് തോന്നും നീണ്ട വർഷങ്ങളിൽ നിന്ന് ഒരു വ്യക്തി 60 വയസ്സ് വരെയും ജീവിച്ചാൽ നമ്മൾ കൂട്ടിയാൽ 22,000 ദിവസങ്ങളെ ഭൂമിയിൽ അയാൾ ജീവിച്ചിട്ടുള്ളൂ. അതിൽ 1/3 സമയം ഉറങ്ങാനായിട്ട് മാറ്റിയാൽ ബാക്കി സമയം എന്ന് പറഞ്ഞാൽ വെറും 14,000 അല്ലെങ്കിൽ 15,000 ദിവസം മാത്രമേ നമ്മൾ ഉണർവോടെ ഈ ഭൂമിയിൽ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മൾ കണക്കെടുക്കുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ. പക്ഷെ ദൈവം അമ്മയുടെ ഉദരം മുതൽ ഈ സമയം വരെയും വ്യത്യസ്തമായ മേഖലയിലൂടെ ദൈവം നമ്മളെ നയിച്ചു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നരച്ച മുടി മഹത്വത്തിൻ്റെ കിരീടമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ എൻ്റെ മുടി നരച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുടിയെല്ലാം ഒരു പക്ഷേ പൂർണ്ണമായിട്ട് നരച്ചിട്ടുണ്ടായിരിക്കാം. ഈ നരച്ച മുടി എന്തിൻ്റെ പ്രതീകമാണ്? നമ്മുടെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമാണ്. അല്ലാതെ പ്രായമായി ഉടനെ മരിക്കാൻ പോകുന്നു അതിൻ്റെ പ്രതീകമല്ല, ദൈവമഹത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഈശോ വീണ്ടും പറയുന്നുണ്ട്, നരചൂടിയവൻ്റെ വിവേകവും ഉപദേശവും എത്ര ആകർഷകമാണ്, എത്രയും ശ്രേഷ്ഠമാണ്. നമ്മുടെ ഇത്രയും കാലത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്ന നന്മകൾ, എല്ലാവിധ കൃപകൾ, അനുഭവ സമ്പത്ത്, അവിടെ വചനം പറയുകയാണ്, എത്രമാത്രം നിങ്ങൾക്കുള്ള വിവേകം, നിങ്ങൾക്കുള്ള ശാന്തത,
നിങ്ങൾക്കുള്ള ലഭിച്ചിരിക്കുന്ന അനുഭവ സമ്പത്തിന് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ചകൾ ഇതെല്ലാം എത്രമാത്രം ശ്രേഷ്ഠമാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം അനേക അനുഭവ സമ്പത്തുകൾ, ഒരുപക്ഷെ ചില പാളിച്ചകളിലൂടെ ദൈവം അനുഭവം പഠിപ്പിച്ചു, അല്ലെങ്കിൽ ചില തകർച്ചകളിലൂടെ ദൈവം ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. നമ്മുടെ തകർച്ചകൾ നമ്മുടെ മക്കൾക്ക് വിജയകരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഭവ സമ്പത്തിനെ ഓർത്ത് നന്ദി പറയണം. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, അനുഭവ സമ്പത്ത് വൃദ്ധന് അല്ലെങ്കിൽ പ്രായം ചെന്നവർക്ക് കിരീടമാണ്. കേട്ടോ, അത്രയും അനുഭവ സമ്പത്ത്. 60 വർഷക്കാലം ചിലപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തോ, അല്ലെങ്കിൽ നല്ലൊരു കർഷകനായിട്ട് വേല ചെയ്തോ, അല്ലെങ്കിൽ ഒരു വൈദികനായിട്ട്, എന്തുമായിക്കോട്ടെ, ഏത് മേഖലയാവട്ടെ, ഈ അനുഭവ സമ്പത്ത് എന്താ നമുക്ക് കിരീടമാണ്. രാജാവിന് കിരീടം വെക്കുന്നത് പോലെ അനുഭവ സമ്പത്ത് കിരീടമാണെന്ന് വചനം പറയുന്നു. ദൈവഭക്തി അഭിമാനവുമാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞിട്ടും കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവനോടൊപ്പം വചനം കേൾക്കാനും വചനം വായിക്കാനും പഠിക്കാനും വചനം പ്രഘോഷിക്കാനും, ഒരുപക്ഷെ വിൻസെൻ്റ് പോളിൽ അങ്ങനെയുള്ള വിവിധ സംഘടനകൾ പ്രവർത്തിക്കാനും ദൈവം തന്ന കൃപകൾ. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാ നന്മകളെയും പ്രതി ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അത് നിങ്ങൾ അതിനൊരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ദൈവം തന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഒന്ന് ബുക്കിൽ നിങ്ങൾക്ക് എഴുതിയിടാമെങ്കിൽ എഴുതിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിന് നന്ദി പറയണം. അതോടൊപ്പം നന്ദി പറയേണ്ട ഒരു മേഖലയാണ് എന്ത്, എല്ലാ വേദനകളെയും പ്രതി നന്ദി പറയണം. നമുക്ക് വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കളിൽ നിന്ന്, മരുമക്കളിൽ നിന്ന്, കൊച്ചുമക്കളിൽ നിന്നൊക്കെ വേദനകൾ ദൈവം അനുവദിക്കും. അതൊരിക്കലും ദുഃഖമായിട്ട് നിങ്ങൾ കാണരുത്, വേദനയായിട്ട്. മറിച്ച് ദൈവം എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്, അതാണ് നമുക്ക് വേണ്ടത്, ചിന്തിക്കേണ്ടത്. അനുവദിക്കുന്നത് മറ്റൊന്നുമല്ല, നീ സ്വന്തമെന്ന് കരുതിയ നിൻ്റെ മക്കൾ, ഏറ്റവും അധികം അധ്വാനിച്ച് നിന്ന് ഒത്തിരി സ്നേഹിച്ച കൊച്ചുമക്കളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൊന്നുപോലെ സ്വീകരിച്ച മരുമകൾ ചിലപ്പോൾ ഈ പ്രായത്തിൽ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതെന്തിനു വേണ്ടിയാണെന്നറിയാവോ? നീ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്രകാരം വേദന വരുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് ഓർക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കാൻ ഇടവരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ മാത്രം ചിന്തിച്ചിരിക്കും. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ മകനെ, തൻ്റെ മകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സമയം ഒരുക്കാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? ചില വേദനകൾ ദൈവം അനുവദിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 71 വൃദ്ധൻ്റെ പ്രാർത്ഥനയാണ് പറയുന്നത്. അതിന് 20-ാമത്തെ വാക്യത്തിൽ ഈശോ പ്രകാരം പറയുന്നു, ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തിയെന്ന് പറയുന്നു. ഈ പ്രാർത്ഥന അല്ലെങ്കിൽ വ്യക്തി പറയുകയാണ്, അനേക കഷ്ടതകൾ ദൈവം എനിക്ക് വരുത്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതകൾ ദൈവം തന്നെന്നറിയാവോ? ദൈവത്തിലേക്ക് നോക്കാൻ. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഈ വാർദ്ധക്യത്തിരിക്കുന്ന നമുക്ക് ആവശ്യപ്പെട്ടതെല്ലാം മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം തന്നുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട് പോകാൻ, ദൈവസന്നിധിയിലേക്ക് പോകാൻ ആഗ്രഹം പോലും തോന്നത്തില്ല. പക്ഷേ നല്ലവനായ ദൈവം, സ്നേഹനിധിയായ ദൈവം എഫേസസ് 1:4 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ സൃഷ്ടിച്ചു, തക്ക സമയത്ത് ഭൂമിയിലേക്ക് അയച്ചു, സമയം കഴിഞ്ഞ് നിത്യതയിലേക്ക് അവനോടൊത്ത് കൊണ്ടുപോകാൻ വേണ്ടി നീ ബന്ധനമായി കിടക്കുന്ന മേഖലകളിൽ ദൈവം ചില ദുഃഖങ്ങളും വേദനകളും അനുവദിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നന്മകളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളെ ഓർത്ത്, എല്ലാ വിഷമങ്ങളെ ഓർത്ത്, എല്ലാ നിന്ദനങ്ങളെ ഓർത്ത്, എല്ലാ അപമാനങ്ങളെ പ്രതി ഒരുപക്ഷെ എല്ലാം ലഭിക്കുന്ന ഇതിനെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറയണം. അതോടൊപ്പം ചിലപ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഇന്നലകൾ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ ഇന്നത്തെ രീതി ചിന്തിക്കുമ്പോൾ തെറ്റാന്ന് തോന്നാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അങ്ങനെ ചിന്തിച്ച് സ്വയം കുറ്റപ്പെടുത്തരുത്. വർഷങ്ങൾക്ക് മുമ്പ് മക്കളുടെ വിവാഹകാര്യത്തിൽ, അല്ലെങ്കിൽ ദേശം വിട്ട് ഇപ്പോഴായിരിക്കുന്ന ദേശത്തോട്ട് പോകാൻ നിങ്ങളെടുത്ത തീരുമാനമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ
അന്ന് നിങ്ങളെടുത്ത തീരുമാനം ശരിയായ തീരുമാനം തന്നെയായിരുന്നു. പ്രൈസലോ. ഇന്നത്തെ ബുദ്ധി ചിന്തിക്കുമ്പോഴാണ് അന്നത്തെ തീരുമാനം തെറ്റിപ്പോയതായിട്ട്. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ആ തീരുമാനം ശരിയായ തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ട് മക്കളെ ഓർത്ത് വിവാഹകാര്യങ്ങളോ എന്തെങ്കിലും സ്ഥലം വിറ്റു മാറി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്നത്തെ സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ ദൈവം തന്നൊരു വഴിയായിട്ട് കണ്ടെത്തി ലോൺ എടുത്തു, ഇതിനെ ഒന്നും നിങ്ങൾ പഴിക്കരുത്. മറിച്ച് എല്ലാറ്റിനെ ഓർത്തും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നന്ദി പറയണം. അങ്ങനെ ഇന്നലകൾ സംഭവിച്ച ഏതെങ്കിലും കുറ്റബോധമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപസാരിക്കുക, ഏറ്റു പറയുക. എന്നിട്ട് ആ തെറ്റായ ഡിസിഷനായി ഇന്ന് തോന്നുന്നതാണെങ്കിൽ പോലും അന്ന് ശരിയായിരുന്നു, അന്നത്തെ സമയത്ത് ശരിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾക്ക് പനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പനി വരുമ്പോൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വെള്ളം തൊടിയിക്കുക പോലും ചെയ്യത്തില്ല. അന്നത്തെ അറിവനുസരിച്ച് ഒരു കുട്ടിക്ക് പനി വന്നാൽ കുളിക്കാനോ വെള്ളം തൊടാനൊന്നും പാടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പനി വരുമ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എപ്പോഴെല്ലാം നന്നായിട്ട് പനിക്കുന്ന കുട്ടിക്ക് അപ്പോഴെല്ലാം കുട്ടിയെ എന്ത് ചെയ്യുന്നു, കുളിപ്പിക്കുന്നു, വെള്ളം കോരി ഒഴിക്കുന്നു, കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ താഴ്ത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പനി വരുമ്പോൾ വെള്ളം തൊടാൻ അന്ന് ശരിയായിരുന്നു, ഇന്നിപ്പോൾ ചിന്തിച്ചാൽ അന്നത്തെ തെറ്റാണ്. ഇതേപോലെയാണ് ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നലകളിൽ സംഭവിച്ച ഡിസിഷൻ ശരിയായിരുന്നു അന്നത്തെ സമയത്ത്, അതെന്തുമായിക്കൊള്ളട്ടെ. എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ, പാപമാണെങ്കിൽ ഏറ്റുപറയുക. എന്നിട്ട് ആ തെറ്റായ ഡിസിഷനാണെങ്കിൽ പോലും, തോന്നുന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് മാറണം ഏത് കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യമുണ്ട്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. ശ്രദ്ധിക്കുക, ആദ്യം പറയുന്നതാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ഈശോ ഉണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ അടുക്കലേക്ക് ചെല്ലാം. നമ്മുടെ പാപവും നമ്മുടെ ഭാരവും അവൻ്റെ പക്കൽ ഏൽപ്പിക്കാം. തുടർന്ന് വാക്യം പറയുന്നത്, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവ് പറയാണ്, ഈ വാർദ്ധക്യത്തിനോട് പറയാണ്, നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഓട്ടപ്പന്തയം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 60-ാമത്തെ വയസ്സിലും നമ്മൾ സ്വർഗ്ഗ ലക്ഷ്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടപ്പന്തയം എന്ത് ചെയ്യുന്നു? സ്ഥിരതയോടെ ഉത്സാഹത്തോടെ നമുക്ക് എന്ത് ചെയ്യാം? ഓടി തീർക്കാം. പ്രൈസ് ദി ലോർഡ്. ചിലവർ വിചാരിക്കാറുണ്ട്, ഇനി പ്രായമായി എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയില്ല. അല്ല പ്രിയപ്പെട്ടവരെ, വചനം പറയാണ്, നിങ്ങൾ അസ്വസ്ഥപ്പെടുന്ന അപ്പച്ച, അസ്വസ്ഥയായിക്കോട്ടെ, വിഷമായിക്കോട്ടെ, ഒരു പക്ഷേ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മകള്, കെട്ടിച്ച് വിട്ട മകള് വീട്ടിൽ വന്ന് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളെന്നെ അവിടെ കൊണ്ട് കെട്ടിച്ചു, അതോടുകൂടി എൻ്റെ ജീവിതം കട്ടപ്പുകയായി. അപ്പോഴും ഈശോ പറയുന്നത്, അപ്പോൾ നീ വിഷമിക്കരുത്. നീ എന്ത് ചെയ്യണം? നിനക്കായി ഒരുക്കിയിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം നല്ല സ്ഥിരതയോടെ ഉത്സാഹത്തോടെ ഓടി തീർക്കണം. നമ്മുടെ ശരീരം ഒരുപക്ഷെ ഓടുന്ന ലെവലിൽ അല്ല, ക്ഷീണമുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? സ്വർഗ്ഗം ലക്ഷ്യമാക്കി മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, തുടർന്നുള്ള വാക്യം 2-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടു വേണം നാം ഓടാൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇനി നിങ്ങളുടെ മുമ്പിൽ യേശു മാത്രമേ കാണാവുള്ളൂ. ശ്രദ്ധിക്കണം, ഈ യേശുവിനെ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി ദൈവം നമുക്ക് മക്കളിൽ നിന്ന് വേദന തന്നിരിക്കുന്നത്, മരുമക്കളിൽ നിന്ന് തന്നിരിക്കുന്നത്, കൊച്ചുമക്കൾ നമ്മളെ വേണ്ടത്ര ഗവനിക്കാതെ പോകുന്നത്. എൻ്റെ കാരണം എന്നറിയാവോ? നിൻ്റെ ശ്രദ്ധ മക്കളിലേക്കോ മരുമക്കളിലേക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കളിലേക്കോ സമ്പത്തിലേക്കോ ഒന്നും പോകാതെ ക്രിസ്തുവാകുന്ന അപ്പോസ്തല പ്രവർത്തനം 4:12 ഏകരക്ഷകനായ ഇന്ന് ജീവിക്കുന്ന ദൈവപുത്രനായ യേശുവാകുന്ന ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക്
ആ ഓട്ടം നീ ഓടാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. വേറെ ഒന്നിലേക്ക് നിൻ്റെ ശ്രദ്ധ പോകാതെ സ്വർഗം ലക്ഷ്യമാക്കി നിൽക്കാൻ, സ്വർഗം ലക്ഷ്യമായി അധ്വാനിക്കുവാൻ, സ്ഥിരതയോടെ മുന്നേറുവാൻ എന്ത് ചെയ്യുന്നു? അവൻ നമ്മളെ വിളിക്കുന്നു. അവിടെ യേശുവിനെ മുന്നിൽ കണ്ടു വേണം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സഹിച്ചു. ഇവിടെ ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷം ലഭിക്കുന്നില്ല. മക്കളൊക്കെ വിദേശത്തായിരിക്കാം, ആരും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും മാത്രമായിട്ട് ജീവിതമായിരിക്കാം. ഒരു പക്ഷേ ഒത്തിരിയേറെ നമുക്ക് സന്തോഷമില്ല, അല്ലെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പിന്നെ ഇവിടെ വരെ ഈ വിഷമത്തിൻ്റെ നടുവിലും ചിലപ്പോൾ കുരിശിൻ്റെ അനുഭവം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ശരീരത്തിൻ്റെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും പീഡകളും ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ ധാരാളം മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലായിരിക്കാം. പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി അവിടെ നഷ്ടധൈര്യരാകാതെ പ്രത്യാശയോടുകൂടി ക്രിസ്തുവിലേക്ക് നോക്കി എന്ത് ചെയ്യുന്നു? കുരിശ് സമയോടെ സഹിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി പോകാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നൊരു വാക്കുണ്ട്, 12:6 നമ്മളോട് പറയുന്നുണ്ട്, താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ഈ പ്രഹരം ഒരിക്കലും നമ്മളെ നശിപ്പിക്കാനല്ല, മറിച്ച് ക്രിസ്തുവാകുന്ന യോഹന്നാൻ സുവിശേഷം 14:6 പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള വഴിയായ ക്രിസ്തുവാകുന്ന അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, മറ്റെല്ലാത്തിനോടും വിട പറയുവാൻ, നല്ല സ്വപ്നങ്ങൾ കണ്ട് സമൂഹത്തിന് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 11-ാമത്തെ വാക്യം, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തിലേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഈ സഹനത്തിൻ്റെ നടുവിൽ യേശുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേദനാജനകമായി തോന്നിയാലും അവിടെ മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട് വെറുപ്പ് സൂക്ഷിക്കാതെ കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നേറിയാൽ, എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, അവിടെ വചനം പറയുന്നു, ഏറ്റവും നല്ല ഫലം സ്വർഗരാജ്യം, നിത്യജീവൻ നിനക്ക് ദൈവം സമൃദ്ധമായിട്ട് നൽകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ ഇപ്പോൾ നമ്മൾ ബോർഡിങ്ങിലാക്കി, നമുക്കറിയാം ബോർഡിങ്ങിലാക്കിയാൽ അവർക്കവിടെ സന്തോഷമാണ്, കളിയുണ്ട്, ഭക്ഷണമുണ്ട്. നമ്മളൊരു നിശ്ചിത കാലയളവിലാണ് ബോർഡിങ്ങിലാക്കുന്നത്. മാതാപിതാക്കളെ നമ്മൾ ആ സമയം കഴിയുമ്പോൾ തിരിച്ച് മക്കളെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ബോർഡിങ്ങിൽ വരും. അപ്പോൾ ബോർഡിങ്ങിൽ അധ്യാപകർ പറയുകയാണ്, ഞങ്ങളിപ്പോൾ, അല്ലെങ്കിൽ നോക്കുന്ന വ്യക്തികൾ പറയുകയാണ്, ഞങ്ങളിപ്പോൾ ഈ കുട്ടികളെ ഒരു വർഷം മുഴുവൻ നോക്കിയതാണ്, ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. ഇതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ഭൂമിയിലേക്ക് നമ്മൾ അയച്ചു. തിരിച്ചു പോകാൻ സമയമാകുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്ന് നമ്മളെ വേർപെടുത്തി അവൻ്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഭൂമിയിൽ വച്ചാണ് നമുക്ക് മകൻ, ഭർത്താവ്, അമ്മായിപ്പൻ, അപ്പൻ, വല്യപ്പൻ്റെ പേരുള്ളത്. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവായ ദൈവം നമ്മളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? എൻ്റെ മോനെ എഫ്രായിം, നീ എൻ്റെ വത്സപുത്രനല്ലേ, നീ എൻ്റെ ഓമനക്കുട്ടൻ, നിനക്കായി എൻ്റെ ഹൃദയം തുടിക്കുന്നു, അങ്ങനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. അതോടെ വാക്യങ്ങളുടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു, എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. ഉണ്ടോ? നമുക്കിവിടെ നിലനിൽക്കുന്നതൊന്നുമില്ല. നാം ഉണ്ടാക്കിയതും ബിൽഡപ്പ് ചെയ്തതും വീടും നാടും എല്ലാം വിട്ട് നമ്മൾ പോകും. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് 15-ാം വാക്യത്തിൽ പറയുന്നു, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ 1-ാം ദിവസം ദൈവത്തിൻ്റെ കൃപയാൽ ഈ ദിവസം നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും അലയടികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയരട്ടെ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്നൊരു ഹോംവർക്ക് തരികയാണ്, മറ്റൊന്നുമല്ല, പറ്റുമെങ്കിൽ മാത്രം ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചെല്ലാം ഒന്ന് എഴുതുക.
ജനിച്ചപ്പോൾ അപകടപ്പെട്ടത് എന്തെല്ലാം അപകടം രക്ഷിച്ചു, ഏതെല്ലാം വലിയ വലിയ ബാധ്യതകൾ രക്ഷിച്ചു. മക്കളുണ്ടായ ഓരോ നിമിഷങ്ങൾ ഓർത്തൊന്ന് എഴുതിയാൽ, എന്നിട്ട് അതെല്ലാം എഴുതിയിട്ട് എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുക. അപ്രകാരം ആരാധനയും സ്തുതിയും നന്ദി അർപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശയുള്ളവരാകും, സന്തോഷമുള്ളവരാകും. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ലഭിക്കാൻ തുടങ്ങും. അതോടൊപ്പം നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷപ്രദമായി ഫലദായകമായി മാറി കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വചനം കേട്ട എല്ലാ അപ്പച്ചന്മാരും അമ്മച്ചന്മാരെയും നീ അനുഗ്രഹിക്കണമേ. നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതികൾ അർപ്പിക്കുവാൻ ഇവരെ പ്രത്യേകമായിട്ട് പരിശീലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, റോമ 5:5 അഭിഷേകം ഇപ്പോഴായിരിക്കുന്ന എല്ലാ അപ്പച്ചന്മാരുടെ മേലും അമ്മച്ചിമാരുടെ മേലും സമൃദ്ധമായി വർഷിച്ച് പ്രത്യാശയിൽ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല ഓട്ടം ഓടി സ്ഥിരതയോടെ ഓടി മരണം വരെയും വിശ്വസ്തയോടെ ഓടുവാൻ, മരണമെന്ന കവാടം കടന്ന് നിത്യതയിലെത്തുവാൻ എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധമാരാവേ, യോസപിതാവേ, കൂട്ടായിരിക്കണമേ, സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും. ആമേൻ.